ഗുഡ് ഈവനിങ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ പെൻഡിങ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് ഇൻഡെക്സ് നമ്പറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ്സേയുടെ ഒരു ഭാഗമായിട്ട് ഇത് വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, അവിടെ ഫിഷർ ഇൻഡെക്സ് നമ്പറാണ് എസ്സേ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് കണ്ടുവരുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫിഷർ ഇൻഡെക്സ് നമ്പർ ഒരു പ്രോബ്ലമായിട്ട് തന്നിട്ട് ചെയ്യാനല്ല പറയുന്നത്. ആദ്യം എന്താണ് ഫിഷർ ഇൻഡെക്സ് നമ്പർ എന്ന് എഴുതാൻ പറയും തിയറട്ടിക്കലായിട്ട്. അതിനുശേഷം ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടാവും, അത് സോൾവ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് 12 മാർക്കിൻ്റെ എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഫിഷർ ഇൻഡെക്സ് നമ്പറിൻ്റെ എസ്സേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടത് എന്താണ് ഇൻഡെക്സ് നമ്പർ എന്ന് എഴുതി വയ്ക്കാം. ആ ഇൻഡെക്സ് നമ്പറിൽ 2 തരം ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും മറ്റൊന്ന് അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും പറയും. ഓക്കെ, എന്നിട്ട് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻഡെക്സ് നമ്പേഴ്സ് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ലാസ്റ്റ് പെയേഴ്സ് ഇൻഡെക്സ് നമ്പർ, പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ, കെല്ലീസ് ഇൻഡെക്സ് നമ്പർ, മാർഷൽ ആൻഡ് എഡ്ജ്വർത്ത് ഇൻഡെക്സ് നമ്പർ തുടങ്ങിയതൊക്കെ അതിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ആ എസ് എഴുതേണ്ട ക്രമമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം നിങ്ങൾ എടുത്തെഴുതേണ്ടത് ഫിഷർ ഇൻഡെക്സ് നമ്പർ. ഫിഷർ ഇൻഡെക്സ് നമ്പർ എന്ന് എഴുതിയിട്ട് എഴുതുക. ഫിഷർ ഡെവലപ്പ് ചെയ്ത ഇൻഡെക്സ് നമ്പറാണ്. ഇതൊരു ഐഡിയൽ ഇൻഡെക്സ് നമ്പറാണെന്ന് പറയപ്പെടുന്നു. ഐഡിയൽ ഇൻഡെക്സ് നമ്പർ, ഒരു ഉത്തമമായിട്ടുള്ള ഇൻഡെക്സ് നമ്പറിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നതാണ് ഫിഷറിൻ്റെ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫോർമുല എഴുതുക. ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ആ കറക്റ്റ് ഫോർമുല എഴുതുക. ആ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് P0, എന്താണ് Q0, P1 എന്താണ്, Q1 എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എഴുതുന്ന ഒരു ഹെഡിങ് ആണ്, എന്തുകൊണ്ടാണ് ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതിനുള്ള റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. അതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി എസ്സേ പാർട്ടിൻ്റെ ബാക്കി എഴുതേണ്ടത് എന്താണ്. ചിലപ്പോൾ പ്രോബ്ലമായിട്ട് നിങ്ങളോട് അത് ചോദിക്കും, അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ടെസ്റ്റ് ടു ചെക്ക് കൺസിസ്റ്റൻസി ഓഫ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഇൻഡെക്സ് നമ്പറിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പറിനെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ നമ്മളൊരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയാനുള്ള കാരണം എന്താണ്, അത് ഒരു കൺസിസ്റ്റൻ്റ് ഇൻഡെക്സ് നമ്പറാണ്. അപ്പോൾ താഴെ പറയുന്ന ടെസ്റ്റുകൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ അതിനൊരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ്. എസ് എഴുതുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. 2, ടൈം റിവേഴ്സൽ ടെസ്റ്റ്. 3, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. 4, സർക്കുലർ ടെസ്റ്റ്. 5, യൂണിറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ഉണ്ട് എങ്കിലും നമ്മുടെ സിലബസിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 3 ടെസ്റ്റുകളാണ്. 1, ടൈം റിവേഴ്സൽ ടെസ്റ്റ്. 2, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. 3, സർക്കുലർ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാം, എന്താണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ആദ്യം ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ്. ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ് ഒന്നുമല്ല, നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ലാസ്റ്റ് പേഴ്സ് ആണെങ്കിലും പാഷി ആണെങ്കിലും അതേപോലെ തന്നെ ഫിഷർ ഇൻഡെക്സ് നമ്പർ ആണെങ്കിലും നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ. ആ ഫോർമുലയിലെ P0യും ന്യൂമറേറ്റേഴ്സിലുള്ള ചേഞ്ചസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അംശത്തിൽ വരുന്നത് അല്ലേ, ന്യൂമറേറ്ററിൽ വരുന്ന P0യും Q0യും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ ആണെങ്കിലും ഒരു P0യും Q0യും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, അതിൻ്റെ വാല്യൂ, ഇൻഡെക്സിൻ്റെ വാല്യൂവിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇൻഡെക്സ് നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ P0 × Q0 എന്നുള്ളത് എന്ത് മാറ്റിയിട്ട് എന്താക്കുക, സിഗ്മ Q0 × P0 ആക്കുക. അപ്പോഴെന്താവില്ല, വാല്യൂ മാറില്ല. 2 × 5 പറഞ്ഞാലും 5 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ്. നമ്മൾ എഴുതുന്ന ഇക്വേഷൻ്റെ ഓർഡറിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാലും ഇൻഡെക്സ് നമ്പറിൻ്റെ വാല്യൂ സെയിം ആയിട്ട് വരുന്നു. അത്തരം ഇൻഡെക്സ് നമ്പറിൻ്റെ ആ ടെസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാ ഇൻഡെക്സ് നമ്പേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഏതൊക്കെ, ലാസ്റ്റ് പേഴ്സും പാഷേഴ്സും ഫിഷറൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. അപ്പോൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒറിജിനൽ ഫോർമുല എടുക്കും.
ഒറിജിനൽ ഫോമുല എടുത്തിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. ആ റെസിപ്രോക്കൽ എടുത്തിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു ആൻസർ 1 കിട്ടണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഫിഷറിൻ്റെക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ P01 ഇൻറ്റു P10 ഈസ് ഈക്വൽ ടു 1 കിട്ടണം അല്ലേ. അപ്പോൾ ലാസ്റ്റ് പെയേഴ്സും പാർഷ്യസ് ഇൻഡെക്സ് നമ്പറും അതും രണ്ടും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സ് നമ്പറും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർഷ്യ ഇൻഡെക്സ് നമ്പറിനെയും ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റാണത് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിൽ ഈ ഫിഷർ ഇൻഡെക്സ് നമ്പറിലൊരു മേന്മയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈ ദി ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് അത് നോക്കുക. ഓക്കെ, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഫിഷറിൻ്റെ കേസുകളിൽ മാത്രമേ കേട്ടോ പറയുന്നുള്ളൂ. അപ്പോൾ ഫിഷറിൻ്റെ ഒറിജിനൽ ഫോമുല നോക്കുക. എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫോം. ഇനി അതിൻ്റെ റിവേഴ്സ് ഫോം എടുക്കണം. ഓക്കെ, റിവേഴ്സ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വാല്യൂ നോക്കുക. ഒറിജിനൽ ഫോമിൽ ഫസ്റ്റ് ഭാഗം നോക്കുക. അതിൻ്റെ ന്യൂമറേറ്ററിൽ എന്താ കൊടുത്തിരിക്കുന്നത്? സിഗ്മ P1 ഇൻറ്റു Q0 എന്നാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ആ P1ന് പകരം P0 നോക്കുക, Q0ക്ക് പകരം Q1 ആക്കുക. റിവേഴ്സ് ഫോമിൽ നോക്കിക്കേ, അവിടെ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ താഴത്തെ ഡിനോമിനേറ്റർ നോക്കുക. ഫസ്റ്റത്തിൻ്റെ താഴത്തെ ഡിനോമിനേറ്റർ നോക്കുക. എന്താണത്? സിഗ്മ P0 Q0 എന്നുള്ളത് എന്താക്കി? സിഗ്മ P1 Q1 ആക്കി. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നോക്കുക. സിഗ്മ P1 Q1 അവിടെ എന്ത് ചെയ്തു? അവിടെ Q1 മാത്രം മാറ്റിയിട്ട് Q0 ആക്കി. ഓക്കെ, അതിൻ്റെ താഴത്തെ ഫോമിൽ സിഗ്മ P0 Q1 ആണ് ഒറിജിനൽ ഫോമിൽ. അത് റിവേഴ്സ് ഫോമിലേക്ക് വന്നപ്പോൾ എന്തായി? സിഗ്മ P1 Q0 എന്നായി. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഫോം, റിവേഴ്സ് ഫോം. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളിത് ഒരൊറ്റ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതിയാലും കുഴപ്പമില്ല. പ്രൊഡക്റ്റ് ഓഫ് ദി 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, ആ കോളത്തിൽ നോക്കുക. ഇതെല്ലാം കൂടി ഒറ്റ റൂട്ടിനകത്ത് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇനി പേടിക്കാനൊന്നുമില്ല. പരീക്ഷയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്താ അറിയോ, ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ വെട്ടി പോകും. ക്യാൻസൽ ചെയ്ത് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ലാസ്റ്റ് എന്ത് വരും? ഈക്വൽ ടു 1 വരും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്ത് ഇത് ചോദിക്കും. ഏത്? ഒരു പ്രോബ്ലം തന്നിട്ട് ചോദിക്കും. ഫിഷർ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ഒക്കെ കണ്ടെത്താൻ പറയും. അപ്പോൾ ആ കണ്ടെത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വാല്യൂസ് കൂടി അതിൻ്റെ കൂടെ കണ്ടെത്തണം. ഓരോന്നിൻ്റെ സിഗ്മ P0 Q1 സിഗ്മ P1 Q0 ഒക്കെ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ ഫോമുലയിലേക്ക് എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓരോന്നും ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇപ്പോൾ ഒന്നിൻ്റെ ന്യൂമറേറ്റർ 30 ആണെങ്കിൽ ഏതിൻ്റെയും ഒന്നിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 30 ആയിരിക്കും. ആ 30 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ വരും റൂട്ട് 1 വരും. റൂട്ട് 1 ഇസ് ഈക്വൽ ടു 1. അങ്ങനെ ഫിഷർ ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ക്ലിയർ? 2 ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റാണ്. ആ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ വായിച്ച് അതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള പാർട്ടിൽ എഴുതുക. ഞാൻ പറയുന്നത് വെച്ചാൽ പ്രൈസും ക്വാണ്ടിറ്റിയും മാത്രമാണ് ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് നോക്കുക. ഇവിടെ നോക്കിക്കേ, P01 ഇൻറ്റു Q01. നേരത്തെ കണക്കിലൊക്കെ എന്താ ചെയ്തത്? ടൈം റിവേഴ്സലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? P01 ഇൻറ്റു P10 എന്ന് എഴുതിയത്. ഇവിടെ മാറിയിട്ട് എന്തായി? അല്ലേ, പ്രൈസിന് പകരം ക്വാണ്ടിറ്റി ഇൻ്റർചേഞ്ച് ചെയ്തു. ഈസ് ഈക്വൽ ടു, അത് എന്തിന് ഈക്വലാണ്? സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0ക്ക് ഈക്വലാണ്. ഇതിൻ്റെ ഏറ്റവും മേന്മ എന്ന് പറഞ്ഞാൽ ഓൺലി ഫിഷർ ഫോർമുല ഓഫ് ഇൻഡെക്സ് നമ്പർ പാസസ് ദിസ് ടെസ്റ്റ്. അതായത് ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ മാത്രമാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാരണം കൂടിയായി. എന്തുകൊണ്ടാണ് ഫിഷർ ഇൻഡെക്സ് നമ്പറിനെ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് നമുക്ക് മനസ്സിലായില്ലേ? ഇതും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി സെക്കൻഡ് കേസ്.
ഇനി നമുക്ക് ഒറിജിനൽ ഫോർമുല, റിവേഴ്സ് ഫോർമുല എങ്ങനെയാണത് ആൻസർ വരുന്നത് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദി ഫോർമുല. ഫിഷർ മെത്തേഡ് നോക്കുക. ഇവിടെ ഒറിജിനൽ ഫോം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റിവേഴ്സ്ഡ് ഫോമിൽ നോക്കുക. റിവേഴ്സ്ഡ് ഫോമിൽ ക്വാണ്ടിറ്റിയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒറിജിനൽ ഫോമിൻ്റെ മുകളിലത്തെ ഫോമിൽ നോക്കുക. ഫസ്റ്റ് ഭാഗത്തിൻ്റെ ന്യൂമറേറ്റർ നോക്കുക. അവിടെ എന്ത് ചെയ്തിരിക്കുന്നത് സിഗ്മ P1 Q0. ആ P1 പകരം എന്താവും? റിവേഴ്സ്ഡ് ഫോമിലേക്ക് വരുമ്പോൾ P1 പകരം Q1 എന്ന് വരും, Q0 പകരം P0 എന്ന് വരും. അവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇനി ഒന്നാമത്തെ ഒറിജിനൽ ഫോമിൽ രണ്ടാമത്തെ ഇൻറ്റു കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. രണ്ടാമത്തേൻ്റെ ഡിനോമിനേറ്റർ ഒന്നാമത്തെ ഒറിജിനൽ ഫോമിലെ ഇൻറ്റു കൊടുത്തിട്ടുള്ള അതിന് ശേഷം വരുന്ന ആ ഭാഗം നോക്കുക. അതിൻ്റെ താഴത്തത് നോക്കുക. ഏതാണ് എഴുതിയിരിക്കുന്നത്? സിഗ്മ P0 Q1. ആ P0 എന്നുള്ള എന്താക്കി മാറ്റി? ഇപ്പുറത്തേക്ക് വന്നപ്പോൾ റിവേഴ്സ്ഡ് ഫോമിൽ Q0 എന്നാക്കി. Q1 എന്താക്കി? P1 എന്താക്കി അല്ലേ? P1 എന്നാക്കി. അപ്പോൾ ഇവിടെ ആ രണ്ടെണ്ണത്തിൽ മാത്രമേ മാറ്റുള്ളൂ. ക്രോസ് ഏരിയ മാത്രമേ മാറ്റുള്ളൂ അല്ലേ? അതായത് ഫസ്റ്റ് ഒറിജിനൽ ഫോമിലെ ഇടത്ത് നിന്ന് ഇങ്ങനെ ചെരിച്ച് പോവുക. ആ രണ്ട് ഫോമിലെ ഇൻറ്റു എന്നുള്ളതിൻ്റെ ആ വര പോകുന്നുണ്ടല്ലോ, ആ ലെവലിൽ മാത്രമേ റിവേഴ്സ് ഫോമിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി രണ്ട് സെയിം ആണ്. ഫസ്റ്റത്തിൽ നോക്കിക്കേ P0 Q0, അതിപ്പുറത്തും P0 Q0 തന്നെയാണ്. രണ്ടാമത്തെ ഫോമിൽ നോക്കിക്കേ സിഗ്മ P1 Q1, സിഗ്മ P1 Q1, അതിന് മാറ്റമല്ല. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ഇത് രണ്ടും അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്ന ആൻസർ? ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ എന്താണ്? സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 എന്ന ആൻസർ കിട്ടണം. ഓക്കെ, സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0. അതായത് ആ ഫോമുലയിലേക്ക് നോക്കുക. അവസാനത്തെ ഭാഗത്തിൻ്റെ അവസാനത്തെ അല്ല, മൂന്നാമത്തെ നോക്കുക. മൂന്നാമത്തെ ഫോമുലയുടെ അടിയത്തെ ഭാഗം വെട്ടിപ്പോവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വെട്ടിപ്പോവില്ല. അപ്പോൾ ഇത് ക്യാൻസലേഷൻ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ വെട്ടിപ്പോയി അവസാനം എന്ത് മാത്രം അവശേഷിക്കും? സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 മാത്രം അവശേഷിക്കും. ഓക്കെ, അതാണെന്ത്? ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് സർക്കുലർ ടെസ്റ്റ്. സർക്കുലർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതെന്ന് പറയുന്നത് ചില ഒരു സർക്കുലർ ഫാഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. ദിസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഷിഫ്റ്റബിലിറ്റി ഓഫ് ബേസ് പീരീഡ്. അപ്പോൾ നിങ്ങൾ സർക്കുലർ ടെസ്റ്റ് എന്ത് ചെയ്യേണ്ട? ഫിഷർ ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ എസ്എ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാരണം കൂടി ഇതിൽ പറയാനുണ്ട്. അതായത് നമ്മുടെ ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പർ സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിലും എന്ത് ചെയ്യുക? അത് ജസ്റ്റ് ആ ഫോമുല മാത്രം എഴുതി വെച്ചാൽ മതി. സർക്കുലർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. സർക്കുലർ ഫാഷനിൽ അത് മാറുന്നു എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ആ ഫോമുല കൂടി എഴുതി വയ്ക്കുക. ഫോമുല ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, മൂന്നെണ്ണം ഉണ്ട് എങ്കിൽ, മൂന്ന് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ പറയുന്നത് എന്താണ്? P of AB ഇൻറ്റു P of PC ഇൻറ്റു P of CA ഇസ് ഈക്വൽ ടു 1. ഇത് കെല്ലീസ് മെത്തേഡ് മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ മുകളിലത്തെ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആ ടേബിൾ വരുമ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ ഫിഷറിൻ്റെ കേസിൽ നോക്കിക്കേ P01 അത് നല്ല ഒറിജിനൽ ഫോം. P12 പറഞ്ഞാൽ രണ്ടാമത്തെ, അതായത് പ്രൈസ് 1 പ്രൈസ് 2 വരുന്ന കേസിലാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഇക്വേഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു P0യും P1ഉം Q0യും Q1 മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് വരും? P0 P1 P2 വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസുകൾ, മൂന്നെണ്ണം വരുന്ന കേസുകളിലാണ് നമ്മൾ ഈ സർക്കുലർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 3 പ്രൈസും ഉണ്ടാവും, 3 ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ കേസുകളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ബേസ് ആദ്യത്തെ ഇയറിന് അടുത്ത ഇയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അടുത്ത ഇയറിന് അടുത്ത ഇയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഒരു ബേസ് ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതി വെച്ചാലും മതി. അതായത് ലാസ്റ്റ് ഫോമുല മാത്രം എഴുതി വെച്ചാൽ മതി. മറ്റേ പഠിക്കാൻ ഒരുപാട് പഠിച്ചിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മൂന്നാമത്തെ ഭാഗം നോക്കുക. ദാറ്റ് ഈസ് P01 ഇൻറ്റു P12 ഇൻറ്റു P20 ഈസ് ഈക്വൽ ടു 1 കിട്ടണം. അവിടെ നോട്ട് ഈക്വൽ ടു 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷുഡ് ബി ഈക്വൽ ടു 1 ആണെന്ത്? ഷുഡ് ബി ഈക്വൽ ടു 1 ആണ് സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മുടെ ഈ കേസിൽ എന്തില്ല? ഫിഷർ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ സർക്കുലർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ആ സർക്കുലർ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇതാണ് അല്ലേ? P01 ഇൻറ്റു P12 ഇൻറ്റു P20 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ദ ഫിഷർ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ഡു നോട്ട് സാറ്റിസ്ഫൈ ദിസ് ടെസ്റ്റ്. ഓൺലി കെല്ലീസ് മെത്തേഡ്, കെല്ലിയുടെ മെത്തേഡ് മാത്രമാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ക്ലിയർ? ഈ യൂണിറ്റ് ടെസ്റ്റ്, നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ടെസ്റ്റാണ് വരുന്നത്. എന്താണ് യൂണിറ്റ് ടെസ്റ്റ്? ഒരു ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ
This test requires that an index number formula should be such that it does not affect the value of index number even if the units of the price or quantities quoted are altered. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൈസും ക്വാണ്ടിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുലയിലും മാറ്റം വരുന്നില്ല, അതിൽ കിട്ടുന്ന വാല്യൂവിലും മാറ്റം വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് പ്രൂഫിൻ്റെ ആവശ്യമില്ല, എല്ലാ ഫോർമുലയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് എഴുതിച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി കൺസിസ്റ്റൻസി ടെസ്റ്റ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അല്ലേ, ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ്, അതേപോലെ യൂണിറ്റ് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റുകൾ എന്താണ്, എല്ലാ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് എഴുതി വെച്ചാൽ മതി അല്ലേ. ഓർഡർ റിവേഴ്സൽ ടെസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ഓർഡറുകളിൽ മാറ്റം വരുത്തുമ്പോൾ എന്താണ് വരുന്നത്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് പറഞ്ഞാൽ ആദ്യത്തെ എടുക്കുന്നു, രണ്ടാമത്തെ അതിൻ്റെ റിവേഴ്സ് എടുക്കുന്നു, 2 ഇൻറ്റു ചെയ്യുമ്പോൾ 1 കിട്ടണം. ഓക്കെ, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല കിട്ടണം. സർക്കുലർ ടെസ്റ്റിൽ എന്താണ്, P01 P10 P12 ഒക്കെ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, =1 കിട്ടണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ എസ് എഴുതുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എസ് എ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.